വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെയാണ് പുതിയ പോസ്റ്റ്. എ ജയതിലകിന് മറ്റാർക്കും ലഭിക്കാത്ത പരിരക്ഷ ലഭിക്കുന്നു. തന്റെ സസ്പെൻഷന് പിന്നിൽ നടന്നത് പുറത്തുവരുമെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സലിം, സാധാ നിയമവിരുദ്ധധാരികളായ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിസങ്കീർണമായ പ്രത്യേക നിയമപരിരക്ഷ ഭാരതത്തിൽ ഡോക്ടർ ജയതിലകിന് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ഫേസ്ബുക്കിൽ എന്നെപ്പറ്റി നല്ലതേ എഴുതാവൂ, അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഉപദ്രവിക്കും എന്ന പ്രത്യേക പവർ. ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യത്തെ ഭാഗം. അങ്ങനെ കൃത്യമായി ജയതിലകിനെതിരെ എന്ന രീതിയിൽ തന്നെ ഈ പോസ്റ്റ് ഇപ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റുമായി രംഗത്ത് വരാൻ കാരണം പ്രശാന്ത്? എൻ പ്രശാന്ത് IAS ഫേസ്ബുക്കിലൂടെയുള്ള സർക്കാരിനെയും സർക്കാരുമായി ബന്ധപ്പെട്ട ചില സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ തുടരുകയാണ്. ഇത്തവണത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രത്യേകത മുൻ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വെല്ലുവിളി സ്വഭാവത്തിലാണ്. അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ദീർഘമായ കുറിപ്പിനൊപ്പം ചേർത്തിരിക്കുന്ന ഫോട്ടോയിൽ ഷാൾ വി എന്നൊരു ചോദ്യം നൽകിയിട്ടുണ്ട്. അതായത് അതിന്റെ ആ ഷാൾ വി, അതിന് ഏറ്റവും അവസാനം അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ചില വിവരാവകാശ രേഖകൾ തനിക്ക് ലഭിച്ചു, അത് പുറത്തുവിടണോ വേണ്ടേ എന്നുള്ളൊരു വെല്ലുവിളി സ്വഭാവത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ജയതിലകിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പറയുന്നത് ജയതിലകിന് മാത്രം ചില പ്രത്യേക പരിരക്ഷകൾ ലഭിക്കുന്നു, മാത്രമല്ല ഫേസ്ബുക്കിൽ എന്നെപ്പറ്റി നല്ലതേ എഴുതാവൂ, നല്ലതേ പറയാവൂ, അതല്ലാത്തവരെ സർക്കാർ ചെലവിൽ ഉപദ്രവിക്കും എന്നുള്ളതാണ് ജയതിലകിന്റെ ലൈൻ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഫയൽ, നേരത്തെ ഫയലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആ ഫയൽ ആര് മുക്കി, അതിൽ ആര് തെറ്റായ വിവരങ്ങൾ എഴുതി ചേർത്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഫയലിലെ വിവരങ്ങളിൽ എന്ത് പൊതുതാൽപര്യം ഉണ്ടായിട്ടാണ് തന്നെ പുറത്താക്കിയത്, തന്നെ സസ്പെൻഡ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫയലിലെ വിവരങ്ങൾ ഒരാൾക്കെങ്കിലും കാണണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധിച്ചാൽ താൻ അത് പുറത്തുവിടാമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നൽകുന്ന വെല്ലുവിളി. പൊതുസമക്ഷം തന്നെ ഈ ഫയലിലെ പ്രസക്ത ഭാഗങ്ങൾ വെക്കാം, പക്ഷേ നിർബന്ധിക്കണം, അതിന് തയ്യാറുണ്ടോ എന്നുള്ളൊരു വെല്ലുവിളി നടത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല തിരുവായ്ക്കെതിർവായി ഇല്ലായ്മയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. മറ്റൊരു തൊഴിൽ മേഖലയിലും ലഭിക്കാത്ത പരിരക്ഷ ജയതിലകിന് പലതവണ ലഭിക്കുന്നുണ്ട്. ഫയലിൽ എങ്ങനെ എന്തെഴുതി എന്നുള്ളതും അറിവും വിദ്യാഭ്യാസവും നീതിയും സത്യസന്ധതയും ആർജവവും ഒക്കെ ഫയലിൽ വാരി വിതറുന്നത് എങ്ങനെയെന്നൊക്കെ കാണാം ഈ ഫയലിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ എന്നതുൾപ്പെടെയുള്ള വെല്ലുവിളിയാണ് എൻ പ്രശാന്ത് IAS ഒടുവിൽ നടത്തിയിരിക്കുന്നത്. പ്രജിൻ. യെസ്, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ആ പോസ്റ്റിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടി പറയുന്നു. ഈ ഫയലിലെ താളുകൾ കാണണം എന്നൊരാൾക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ മാത്രം വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടികളും ഫയലിലെ പ്രസക്ത ഭാഗങ്ങളും ഇവിടെ പൊതുജന സമക്ഷം വയ്ക്കാം, പക്ഷേ നിർബന്ധിക്കണം എന്ന രീതിയിലൊക്കെയുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ എൻ പ്രശാന്ത് IAS ഫേസ്ബുക്കിൽ നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതൊന്നും പൊതുജനം അറിയല്ലേ, നാറ്റിക്കല്ലേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർബന്ധവുമില്ല എന്നുകൂടി രേഖപ്പെടുത്താം. അങ്ങനെ ഷാൽവി എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എൻ പ്രശാന്ത് IAS.